ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ചോദിക്കുന്നൊന്നും മമ്മി കേൾക്കുന്നില്ലേ? എന്നിട്ട് എന്താ അതിനൊന്നും മറുപടി പറയാത്തെ? മോള് പോയി കിടക്കാൻ നോക്ക്. കൃഷ്ണ കളരിക്ക് കിടന്നു ചാവോ അല്ലെങ്കിൽ അവരുടെ മരണം പുറത്ത് എവിടെയെങ്കിലും വെച്ചായിരിക്കോ? അതാ ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നേ. മോളെ, ഇവിടെ ആരും ഒന്നും കഴിച്ചില്ല എന്ന് തോന്നുന്നു. ആഹാരങ്ങളൊക്കെ അതേപടി അനങ്ങാതിരിക്കുന്നു. എന്തു പറ്റി? അതിവിടെ വലിയ നാടകമായിരുന്നു അച്ഛാ. ഗാഥ പട്ടിണി ഇരിക്കുന്നോണ്ട് നവീന ഭക്ഷണം ഇറങ്ങുന്നില്ല. നവീന എഴുന്നേറ്റ് പോയാ പിന്നെ എല്ലാവരും ജാഥ പോലെ കൂടെ എഴുന്നേറ്റ് പോവുമല്ലോ. നീ ഇരിക്കും മോളെ, നമുക്ക് കഴിക്കാന്ന്. അച്ഛാ, അമ്മ അതിന് അമ്മയ്ക്ക് വ്രതമല്ലേ? പിന്നെ അമ്മയെ കാത്തിരുന്നിട്ട് എന്ത് കാര്യം? ആ. ഉപവാസം കഴിയപ്പോ അമ്മയ്ക്കുള്ളതെല്ലാം കൂടി മുത്തശ്ശി കൊടുത്തോളും. നീ കഴിക്കാൻ നോക്കടി മോളെ. ആഹാ, കൊള്ളാം. രണ്ടുപേരും കൂടി ഒരു കുഴപ്പമില്ല തിന്നോണ്ടിരിക്കല്ലേ. എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരമുണ്ടോ? നിർമ്മലെ, നിന്നെ കുറിച്ചത് സത്യമായിട്ട് ഇപ്പോ ഞങ്ങള് ഓർത്തതേ ഉള്ളൂ. നിനക്ക് വ്രതം ആയതുകൊണ്ട് വൈകുന്നേരം അല്ലേ എന്തെങ്കിലും കഴിക്കാൻ പറ്റൂ? എനിക്ക് വിശന്നിട്ട് വയ്യ. ഞാനും എന്തെങ്കിലും കഴിക്കാൻ പോവാ. അയ്യോ അമ്മേ, ആരെങ്കിലും കണ്ടാലോ? ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഞാൻ കഴിച്ചിട്ട് എന്നിട്ട് പൊക്കോളാം. ഓ, ഭക്ഷണം കഴിക്കുന്നതിനൊന്നേ ഒരു ദൈവം പിണങ്ങൂല. ഓരോ ആചാരങ്ങൾ ഉണ്ടാക്കി വെച്ചോളും. നീ ആ പ്ലേറ്റിങ് താ, ചപ്പാത്തിയും കിട്ടെ. താ, എടുക്ക്. നീ ഇങ്ങോട്ട് താ. താ, ആ ചപ്പാത്തിങ് തരാനോ. ഷോ, എത്ര നേരമായി. ഓ, വിശന്നിട്ട് വയ്യ മനുഷ്യന്. നിർമ്മലേ, എഴുന്നേക്കടി. ചെയ്യാനുള്ള പൂജകളുടെ കാഠിന്യത്തെ കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പിന്നെ നീ എന്താ ഈ കാണിക്കുന്നേ? വിശന്നിട്ടാ അമ്മേ. ഓരോ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുമ്പോഴേ വിശപ്പുണ്ടാകുമെന്ന് ഓർക്കണമായിരുന്നു. ഇനി 41 ദിവസം കഴിഞ്ഞിട്ടല്ലാതെ ഇതൊന്നും നിനക്ക് വിധിച്ചിട്ടില്ല. ചെല്ല്, ഗാഥമോള് പൂജാമുറിയിലുണ്ട്. ഗാഥമോളുടെ കൂടെ പോയിരുന്ന് ഉപവാസം അനുഷ്ഠിച്ചോ. പറഞ്ഞത് കേട്ടില്ലടി. അതെ, കുടുംബപരമായ പൂജയ്ക്ക് വിഘ്നം വരുത്തിയവളാ ഇവള്. അവളെ ഭക്ഷണം കഴിപ്പിക്കാനോ പൂജയിൽ നിന്ന് വിലക്കാനോ എന്തെങ്കിലും ഉദ്ദേശം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടെങ്കില് ഇവളിരിക്കുന്ന അതേ അവസ്ഥയില് നിങ്ങളും ഇരിക്കേണ്ടി വരും. കൈ കഴുകിട്ട് ചെന്നിരിക്കാൻ പറഞ്ഞില്ലടി. അത് വായിൽ തൊട്ടുപോകരുത്. നവീൻ ഭക്ഷണം കഴിക്കാതെ പോയപ്പോ അവരെല്ലാരും കൂടി എഴുന്നേറ്റ് പോയി. എനിക്ക് ഭക്ഷണം വിലക്കിയപ്പോ നിങ്ങൾക്കൊന്നും എഴുന്നേക്കാൻ തോന്നിയില്ലല്ലോ. നല്ല വിശപ്പുണ്ട് നിർമ്മലെ, അല്ലെങ്കിൽ കൂടെ വരായിരുന്നു. ദുഷ്ടന്മാര്. മോളെ, നീ കഴിക്കാൻ നോക്കടി. മമ്മി, മമ്മി എന്തീ ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല മോളെ, ഓഫീസിലെ 1-2 കാര്യങ്ങള്. മമ്മി, ആ കൃഷ്ണയെ വിളിച്ചിരുന്നോ? ഇല്ല. അതെന്താ വിളിക്കാതിരുന്നേ? അവിടെ എന്താ നടക്കുന്നേന്ന് അറിയണ്ടേ? അവിടെ വിശേഷിച്ച് എന്ത് നടക്കാനാ? പൂജയല്ലേ. പൂജ മാത്രല്ല, ശാപത്തിന്റെ കാര്യങ്ങളും അറിയണ്ടേ? ഏത് നിമിഷവും പാമ്പ് കൊത്തി മരിക്കാവുന്ന അവസ്ഥയിലല്ലേ അവള്? അവള് ചത്ത ആ നിമിഷം തന്നെ നമ്മളത് അറിയണ്ടേ? അല്ല മമ്മി, അവൾ ഈ 41 ദിവസത്തിനകം മരിക്കോ?
അതോ അതിനുശേഷം അവൾ വേറെ എവിടെയെങ്കിലും കിടന്നായിരിക്കും മരിക്ക? മമ്മി എന്താ ഒന്നും പറയാത്തെ? അവൾ എപ്പോഴാ ചാവുന്നേ? മമ്മി, ഞാൻ ചോദിക്കുന്നൊന്നും മമ്മി കേൾക്കുന്നില്ലേ? എന്നിട്ട് എന്താ അതിനൊന്നും മറുപടി പറയാത്തെ? മോള് പോയി കിടക്കാൻ നോക്ക്. കൃഷ്ണ കളരിക്ക് കിടന്ന് ചാവോ അല്ലെങ്കിൽ അവളുടെ മരണം പുറത്ത് എവിടെയെങ്കിലും വെച്ചായിരിക്കോ? അതാ ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നേ. മമ്മി ഇത് ഏത് ലോകത്താ? പൂജയും കഴിഞ്ഞ് അവള് നാട്ടില് പോയിട്ടായാലും അവള് പാമ്പുകൊത്തി മരിച്ചാലേ നീല നിറത്തില് അവള് ചത്ത് കിടക്കുന്നത് കാണാൻ എന്നെ ഒന്ന് കൊണ്ടുപോണം. മോളെ, മമ്മിക്ക് നല്ല സുഖമില്ല, ചെറിയൊരു തലവേന. മോള് ചെല്ല്. ഞാൻ കുറച്ചേരം മമ്മിയായിട്ട് സംസാരിച്ചിരിക്കാന്ന് കരുതി വന്നതാ. സോറി, നാളെ ആവട്ടെ. ഇപ്പൊ എനിക്ക് കിടക്കണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കൃഷ്ണ